UAEയുടെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിന് മുന്നോടിയായിട്ട് അവിടെ നടന്ന ഒരുക്കങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് വിമാനത്താവളത്തിൽ നേരിട്ടെത്തി പ്രസിഡന്റ് സ്വീകരിച്ചതിന്റെ ദൃശ്യങ്ങളുമൊക്കെയാണ് പങ്കുവച്ചത്. ശരിക്കും സാധാരണ രീതിയിൽ പതിവില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് UAEയിൽ നടന്നത്. അതായത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് UAEയുടെ ചരിത്രത്തിൽ അവരൊരുക്കിയിട്ടുള്ള ഏറ്റവും മികച്ച സ്വീകരണമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരുക്കിയത്. UAE മുഴുവൻ അല്ലെങ്കിൽ ഭരണകൂടം മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു സന്ദർശനത്തെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ബഹുമാനപൂർവ്വം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയും ചെയ്തു. ഇതുപോലൊരു സ്വീകരണം മുൻപ് ഒരു ഇന്ത്യൻ ഭരണാധികാരിക്കും UAE ഒരുക്കിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, ലോകത്ത് മറ്റൊരു ഭരണാധികാരിക്കും കിട്ടാത്തത്ര സ്നേഹവും സ്വീകരണവും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിനോ ഷി ജിൻപിങ്ങിനോ റഷ്യൻ പ്രസിഡന്റ് പുടിനോ പോലും കിട്ടാത്ത ആദരവും സ്നേഹവും സ്വീകരണവുമാണ് മോദിക്ക് കിട്ടിയത്. സോ പെട്ടെന്ന് പലരുടെയും മനസ്സിൽ വന്ന എന്താണെന്ന് എനിക്കറിയാം. അതായത് ഇതൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് മോദിക്ക് കിട്ടുന്നതാണ്. ഇതിപ്പോ മോദിയുടെ സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയോ മൻമോഹൻ സിംഗോ ആണെങ്കിലും ഇതുപോലെ തന്നെയായിരിക്കും UAE പെരുമാറുക. അതിന് മോഡിയുടെ ക്രെഡിറ്റ് ഒന്നുമല്ല, അത് ഇന്ത്യയുടെ ക്രെഡിറ്റ് ആണ്, നമ്മുടെ രാജ്യത്തിന്റെ കരുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഉടനെ തന്നെ ഇതിനെതിരെ സംസാരിക്കാൻ മനസ്സിൽ വിചാരിച്ചു കാണുമെന്ന് എനിക്കറിയാം. പക്ഷെ അതിനകത്തൊരു കുഴപ്പമുണ്ട്. മൻമോഹൻ സിംഗ് UAEയിൽ പോയിരുന്നാൽ ഈ സ്വീകരണം കിട്ടുകയില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, മൻമോഹൻ സിംഗ് 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നിട്ടും ഏറ്റവും അധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യം UAE ആയിരുന്നിട്ടും ഒരു തവണ പോലും മൻമോഹൻ സിംഗ് UAEയിൽ പോയിട്ടില്ല എന്നത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ തോന്നാം, മൻമോഹൻ സിംഗ് പോയില്ലെങ്കിൽ അതിന്റെ മുമ്പ് ആരെങ്കിലും പോയി കാണുമല്ലോ. ശരിയാണ്, അതിന്റെ മുമ്പ് പോയിട്ടുണ്ട്. പക്ഷേ 2-3 പതിറ്റാണ്ട് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1980-കൾക്ക് ശേഷം ഇന്ദിരാഗാന്ധിയാണ് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് മുമ്പ് UAEയിൽ പോയിട്ടുള്ള ഇന്ത്യൻ ഭരണാധികാരി. ഇന്ദിരാഗാന്ധിക്ക് ശേഷം UAEയുടെ മണ്ണിൽ കാലുകുത്തിയ ഭരണാധികാരി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതും 2015-ൽ. മോദി 2014 അധികാരത്തിൽ വരുന്നു. 2015-ൽ അദ്ദേഹം UAEയിൽ സന്ദർശനം നടത്തുകയാണ്. അതായത് ചരിത്രപരമായൊരു സന്ദർശനമായിരുന്നു മോദിയുടേത്. ആലോചിച്ച് നോക്കണം, ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്, മൻമോഹൻ സിംഗ് ആയിട്ടുണ്ട്, നരസിംഹറാവു ആയിട്ടുണ്ട്. നിരവധി പ്രധാനമന്ത്രിമാർ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും നരേന്ദ്രമോദിയാണ് 1981-ലെ ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം പിന്നീട് UAEയിലേക്ക് എത്തുന്നത് 2015-ൽ. അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇന്ത്യ UAE ബന്ധമുണ്ടല്ലോ, ലോകത്തിന്നേ വരെ കാണാത്ത തരത്തിൽ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് വളർന്നിരിക്കുന്നത്. ഇന്നിപ്പോ നരേന്ദ്രമോദി വർഷത്തിൽ എത്ര തവണ UAEയിൽ പോകുന്നു എന്നുള്ള കാര്യം സംശയമാണ്. അവിടുന്ന് പ്രസിഡന്റ് എത്ര തവണ ഇങ്ങോട്ട് വരുന്നു എന്നുള്ള കാര്യം നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിരവധി സന്ദർശനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മോദി പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ് ഹോം പോലെയാണ് UAE. അമ്മാതിരി ബന്ധം വേറെ ലെവലിലേക്ക് പോയിരിക്കുകയാണ്. ഇതിന്റെ ഗുണമാർക്കാണ്? ഇന്ത്യക്കാർക്കാണ്. ഇന്ത്യയിലെ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് UAEയിൽ പോയി ജോലി ചെയ്യുന്ന പ്രവാസികൾക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. കാരണം ഇന്ത്യ UAE റിലേഷൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഉയരങ്ങളിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരോട് പ്രത്യേകമായ കൺസിഡറേഷൻ തീർച്ചയായിട്ടും UAE കാണിക്കുകയും ചെയ്യും. കൂടുതൽ അവസരങ്ങൾ UAEയിൽ ലഭിക്കുകയും ചെയ്യും. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ മറന്നു. അതായത് ലോകത്ത് ഏറ്റവും അധികം ഒരു രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി നേടിയിട്ടുള്ള ആൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഏറ്റവും കൂടുതൽ പരമോന്നത ബഹുമതികൾ, അത് സൗദിയുടെ ആയിക്കോട്ടെ, ഖത്തറിന്റെ ആയിക്കോട്ടെ, UAEയുടെ ആയിക്കോട്ടെ, ലോകത്ത് നരേന്ദ്രമോദി ആദ്യമായി കാലുകുത്തിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ, ഒട്ടുമിക്ക രാജ്യങ്ങളും അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തികളും വളരെ പ്രധാനമാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് ആര് ആ കസേരയിൽ കയറി ഇരുന്നാലും ലോകം അയാളെ ബഹുമാനിക്കണമെന്നില്ല, അംഗീകരിക്കണമെന്നില്ല. ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ലോകത്ത് വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും ലോകത്ത് ആരാധിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവാണ്. ഷി ജിൻപിങ് എന്തുകൊണ്ട് ബഹുമാനിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ചൈനയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് ഷി ജിൻപിങ്ങിന് ലോകത്ത് ഏറ്റവും അധികം ആരാധന അല്ലെങ്കിൽ ബഹുമാനം കിട്ടുന്നത്. അവിടെ ആരിരുന്നാലും ആ ഒരു ബഹുമാനം കിട്ടും. കാരണം ലോകത്തെ രണ്ടാമത്തെ ഒരു എക്കണോമിക് പവറാണ്. ലോകത്തിന്റെ തന്നെ ഫാക്ടറി എന്നറിയപ്പെടുന്ന ഒരു മാനുഫാക്ചറിങ് പവറാണ്. സ്വാഭാവികമായിട്ട് ചൈനയുടെ പ്രസിഡന്റ് ആരായാലും
ട്രംപിനെ പോലത്തെ കോമാളിത്തരം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ബഹുമാനം കിട്ടും. ലോകത്തെ ഏറ്റവും വലിയ എക്കണോമിക് പവറും സൈനിക ശക്തിയും ഒക്കെ ആയിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ആ ഒരു ബഹുമാനം ഇന്ന് ലോകത്ത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. കാരണം ട്രംപിനെ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് ലോകം കാണുന്നുണ്ട്. ഇരിക്കുന്ന കസേരയുടെ ബഹുമതി സംരക്ഷിക്കുന്നതിൽ ട്രംപ് പരാജയപ്പെട്ടു. മറിച്ച് മറ്റൊരാളാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ഒബാമ, ലോകത്തേറെ ബഹുമാനിക്കപ്പെട്ട ഒരാളായിരുന്നു. കാരണം ആ ഇരിക്കുന്ന കസേരയുടെ വാല്യൂ മനസ്സിലാക്കിയാണ് ഒബാമ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ലോകം അയാളെ ബഹുമാനിച്ചു. ട്രംപിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെ എല്ലാവരും ഒരു തമാശയായിട്ടാണ് കാണുന്നത്. ഇന്ത്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് കിട്ടുന്ന ഈ ഒരു അംഗീകാരം എന്ന് പറയുന്നത് തീർച്ചയായും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു സ്വാഭാവിക ബഹുമാനവും ഒരു അംഗീകാരവും ലോകത്ത് കിട്ടും. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജ്യം ഒരു പവർഫുൾ രാജ്യം തന്നെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മൻമോഹൻ സിംഗ് ഇരുന്ന സമയത്ത് അദ്ദേഹത്തിനെയും ലോകം അംഗീകരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറം നരേന്ദ്രമോദി വളർന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കഴിവുകൊണ്ടും ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഓറ കൊണ്ടും തന്നെയാണ്. ശരിക്കും നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു അസാധ്യ ഒരു ഭരണാധികാരിയാണ്. കാരണം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. റിലേഷൻസ് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ലീഡർഷിപ്പ് ക്വാളിറ്റിയിലാണെങ്കിലും വ്യക്തിപ്രഭാവം കൊണ്ടാണെങ്കിലും നരേന്ദ്രമോദി ശരിക്കും ഒരു വേറൊരു മനുഷ്യനാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. സോ അതാണ് ഈ ഒരു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഡെവലപ്പ് ആവുന്നതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യ UAE റിലേഷൻ വളരെ സ്ട്രോങ് ആണ്. ഇന്ത്യയെ UAE അവരുടെ വലിയൊരു പങ്കാളിയായിട്ടാണ് കാണുന്നത്. നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ഒരു ഇമേജ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യ വിരുദ്ധ രാജ്യങ്ങൾ മോദി ഒരു BJP പാർട്ടിയുടെ അംഗമായി വന്ന് പ്രധാനമന്ത്രിയായ ആളായതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാമിക വിരുദ്ധനാണെന്ന തരത്തിൽ പൊതുവെ പ്രചരിപ്പിക്കാറുണ്ട്. തുർക്കി മാധ്യമങ്ങളും ഖത്തറിലെ മാധ്യമങ്ങളും ഇസ്ലാമിക ലോകത്തെ പല മാധ്യമങ്ങളും ഈ ഒരു നരേറ്റീവ് പിന്തുടരുന്നവരാണ്. ഇന്ത്യക്കകത്ത് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പലപ്പോഴും മുസ്ലിങ്ങളെ വേട്ടയാടുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർക്കുന്ന ഒരാളായിട്ടാണ് മോദിയെ ചിത്രീകരിക്കുന്നത്. യാഥാർത്ഥ്യം മറ്റൊന്നാണെങ്കിൽ കൂടി അങ്ങനെയാണ് നരേന്ദ്രമോദിയെ ചിത്രീകരിക്കുന്നത്. സോ അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാളിയും സുഹൃത്തുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യയും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. നയതന്ത്ര രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണത്. പാകിസ്ഥാനും തുർക്കിയും പോലുള്ള രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ ഒരു രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള ഇസ്ലാമിക രാജ്യമായ UAE അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സെക്യുലർ എന്ന് സോ കോൾഡ് സെക്യുലർ എന്നറിയപ്പെട്ടിരുന്ന പ്രധാനമന്ത്രിമാരെക്കാൾ വലിയ സ്വീകാര്യത ഹിന്ദുത്വ പ്രൈം മിനിസ്റ്റർ എന്നറിയപ്പെടുന്ന മോദിക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഇതിന് പിന്നിൽ വികാരങ്ങൾക്കപ്പുറം വലിയ രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്, സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളുണ്ട്, കൃത്യമായ നയതന്ത്രങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഭരണാധികാരിയുടെ മികവും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ മാധ്യമ പ്രചാരണങ്ങൾ UAE എന്തുകൊണ്ടാണ് തള്ളിക്കളയുന്നത്? നയതന്ത്രത്തിൽ രാജ്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെ മാധ്യമ വാർത്തകൾ നോക്കിയല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക താല്പര്യങ്ങളും മുൻനിർത്തിയാണ്. പാകിസ്ഥാൻ പലപ്പോഴും കാശ്മീർ വിഷയവും മതപരമായ കാർഡുമുയർത്തിയാണ് ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണ തേടുന്നത്. എന്നാൽ UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ കാശ്മീർ വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമായിട്ടാണ് കാണുന്നത്. പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയും രാഷ്ട്രീയ അസ്ഥിരതയും കാരണം അവർക്ക് ഗൾഫ് രാജ്യങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ആഖ്യാനങ്ങളെക്കാൾ ഇന്ത്യയുമായിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ബന്ധത്തിനാണ് UAE മുൻഗണന കൊടുക്കുന്നത്. ഖത്തറും തുർക്കിയും പോലുള്ള രാജ്യങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ ഇസ്ലാമിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡിനെ പിന്തുണയ്ക്കുന്ന നയമാണ് സ്വീകരിക്കുന്നത്. എന്നാൽ UAE അതിന് പൂർണ്ണമായും എതിരാണ്. UAE ഉയർത്തിപ്പിടിക്കുന്നത് മിതവാദ ഇസ്ലാമാണ്. സഹിഷ്ണുത, കച്ചവട കേന്ദ്രീകൃതമായ മതേതരത്വം എന്നിവയാണ്. തീവ്രവാദ ചിന്താഗതികളെയും രാഷ്ട്രീയ ഇസ്ലാമിനെയും ഒതുക്കാൻ UAE ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയിലെ നിലവിലെ ഭരണകൂടവും ഭീകരവാദത്തിനെതിരെ കർശന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ ഒരു പൊതു താല്പര്യം സത്യത്തിൽ UAEയും ഇന്ത്യയും കൂടുതൽ അടുപ്പിച്ചു എന്ന് വേണം പറയാൻ. മുൻപ് ഇന്ത്യ ഭരിച്ച നെഹ്റുവും ഇന്ദിരാഗാന്ധിയും മൻമോഹൻ സിംഗും അടക്കമുള്ള പ്രധാനമന്ത്രിമാരുടെ കാലത്ത് ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ആ ബന്ധം കേവലം ഈ തൊഴിലാളികളായിട്ടുള്ള പ്രവാസികളുടെ കാര്യത്തിലും വാങ്ങുന്ന എണ്ണയുടെ കാര്യത്തിലും എണ്ണയുമായി ബന്ധപ്പെട്ടുള്ള കച്ചവട കാര്യത്തിലും മാത്രം ഒതുങ്ങി നിന്നിരുന്നു. എന്നാൽ മോദി വന്നതിന് ശേഷം ഈ സമവാക്യം എല്ലാം മാറി. കഴിഞ്ഞ 30 വർഷത്തിനിടെ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ UAE സന്ദർശിക്കുന്ന ആദ്യ ആളായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2015 മാറി, ഇന്ദിരാഗാന്ധിക്ക് ശേഷം ആദ്യമായിട്ട്. ഈ ദീർഘകാലത്തെ ഇടവേള മോദി അവസാനിപ്പിക്കുകയും UAE ഭരണാധികാരികളുമായിട്ട് അടുത്ത വ്യക്തിബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ തുടർച്ചയായിട്ട് ഒരേ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ച ശക്തമായ ഒരു സർക്കാർ വന്നത് UAE പോലുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ
വലിയ തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമായി. ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താൻ അവർക്ക് രാഷ്ട്രീയ സ്ഥിരതയുള്ള ഇന്ത്യയെ വിശ്വസിക്കാം. ഞാൻ മുൻകാലങ്ങളിൽ പലപ്പോഴും അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്, ഏതൊരു രാജ്യത്തും തുടർച്ചയായ സർക്കാരുകൾ അധികാരത്തിൽ വരുന്നത് ആ രാജ്യത്തിന് ഗുണം ചെയ്യും. ചൈന സാമ്പത്തികമായി അതിവേഗത്തിൽ വളർന്നതിന്റെ കാരണങ്ങളിലൊന്ന് അതൊരു സിംഗിൾ പാർട്ടി റൂൾ ചെയ്യുന്ന രാജ്യമായതുകൊണ്ടാണ്. അവിടെ പ്രതിഷേധിക്കാനും അല്ലെങ്കിൽ എതിർക്കാനും പ്രതിപക്ഷം എന്നൊന്നും പറഞ്ഞു ആരുമില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു രാജ്യത്തിനും കമ്പനിക്കും ഈ ഒരു പാർട്ടിയുടെ പിന്തുണയുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഭരണകൂടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ട് ഏതൊരു രാജ്യത്തിനും കമ്പനിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഭയം ഉണ്ടാവും. പുതിയൊരു ഭരണാധികാരിയെ അല്ലെങ്കിൽ ഭരണകൂടം അധികാരത്തിൽ വരുമ്പോൾ പുതിയ പോളിസി ആയി കഴിഞ്ഞാൽ ഇവരുടെ കാര്യം പ്രശ്നത്തിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പൊളിറ്റിക്കൽ സ്ഥിരത എപ്പോഴും ഈ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിർണായകമാണ്. ഇവിടെ ഇന്ത്യയിൽ തുടർച്ചയായിട്ട് മോദി സർക്കാർ അധികാരത്തിൽ വന്നതും അടുത്തൊരു 10-20 വർഷത്തേക്ക് മോദിയെയും BJPയെയും വെല്ലാൻ മറ്റൊരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇന്ത്യയിൽ ഇല്ലാത്തതും കൂടുതൽ ഒരു കോൺഫിഡൻസ് UAE അടക്കമുള്ള രാജ്യങ്ങൾക്ക് നൽകിയെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താനും ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താനും UAEക്ക് ധൈര്യമുണ്ടായി. അവർ ഇന്ത്യയുമായി കൂടുതൽ അടുത്തു. ഇന്ന് ഇന്ത്യ വെറും ഒരു ഉപഭോക്താവല്ല. UAEയിലെ വലിയ നിക്ഷേപകരും സാങ്കേതിക വിദ്യ നൽകുന്നവരും ഇന്ന് ഇന്ത്യക്കാരാണ്. ഡിജിറ്റൽ പേയ്മെന്റുകൾ, ബഹിരാകാശ ഗവേഷണം, പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണം എന്നിവയിൽ ഇന്ത്യ UAEയുടെ പങ്കാളിയാണ്. രാജ്യാന്തര ബന്ധങ്ങളിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രമാണുള്ളത്. UAEക്ക് ഇക്കാര്യം നന്നായിട്ട് അറിയാം. വരും ദശകങ്ങളിൽ ചൈനയെ പോലെ ഏഷ്യയുടെയും ലോകത്തിലെയും ഒരു ശക്തമായ രാജ്യമായി മാറാൻ പോകുന്ന ശക്തിയാണ് ഇന്ത്യ. 45 ലക്ഷം ഇന്ത്യൻ പ്രവാസികൾ UAEയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാധ്യമങ്ങളിലെ ഇസ്ലാം വിരുദ്ധ ആഖ്യാനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് ഇന്ത്യ എന്ന ജനാധിപത്യ ശക്തിയുമായിട്ട് ചേർന്ന് പോകാനാണ് UAE ഇപ്പോഴും താല്പര്യപ്പെടുന്നത്. അബുദാബിയിൽ അവർ ഹിന്ദു ക്ഷേത്രത്തിന് സ്ഥലം അനുവദിച്ചതും അത് മോദി ഉദ്ഘാടനം ചെയ്തതുമെല്ലാം ഈ പരസ്പര ബഹുമാനത്തിന്റെയും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം, പുരാതന കാലത്ത് വളരെ വലിയ ഷെയർഡ് ഹിസ്റ്ററി ഉള്ള രാജ്യങ്ങളാണ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും ഇന്ത്യയും. ചുരുക്കത്തിൽ ഈ സെമിറ്റിക് മതങ്ങൾ ലോകത്ത് ശക്തമാകുന്നതിന് മുമ്പ് ഈ സബ് കോണ്ടിനെന്റിലെയും മിഡിൽ ഈസ്റ്റിലെയും രാജ്യങ്ങൾ ഏതാണ്ട് ഒരേ കൾച്ചറാണ് ഷെയർ ചെയ്തിരുന്നത്. അതായത് ഏതാണ്ട് ഒരേ സംസ്കാരത്തിന്റെ ഭാഗങ്ങൾ തന്നെയായിരുന്നു ഒരു കാലത്ത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റും മിഡിൽ ഈസ്റ്റും. ഇതും ഈ ബന്ധം കൂടുതൽ ദൃഢമായി മുന്നോട്ട് പോകുന്നതിന്റെ കാരണങ്ങളിൽ ഒന്നാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.